വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ വായിച്ച് നോക്കിയ ക്വസ്റ്റ്യൻ എന്താണ്? an object 4 centimeter in size. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. is placed at a distance 25 centimeter in front of a concave mirror. അല്ലേ? a focal length 15 centimeter. At what distance from a mirror should a screen be placed in order to obtain a sharp image? ആ ഇമേജിലോട്ടുള്ള ഡിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ്, ഫൈൻഡ് ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ്. നമ്മൾ ഇമേജിൻ്റെ നേച്ചർ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഇമേജിൻ്റെ സൈസ് ഒക്കെ എന്തായിരിക്കും എന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒട്ടും കൺഫ്യൂഷൻ ആവണ്ട, തന്നിരിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് നോട്ട് എഴുതി വെക്കുക. സോ എന്തൊക്കെ തന്നിട്ടുണ്ട്? an object of 4 centimeter in height, സൈസ് അല്ലേ? അതായത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ആണ് തന്നിട്ടുള്ളത്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് HO എന്ന് നമ്മൾ കൊടുക്കും. എത്രയാണടാ? 4 centimeter is placed at a distance. എത്രയാണ്? 25 centimeter. ഒബ്ജക്റ്റിലേക്ക് മിററിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ആണ് U. എത്രയാണ്? 25 centimeter എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഫോക്കൽ ലെങ്ത് എത്രയാണ്? 15 centimeter. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മിററിന്റെ പോളിൽ നിന്നും ഫോക്കസിലോട്ടുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. എത്രയാണ്? 15 centimeter. F is equal to 15 centimeter. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മിററിൽ നിന്നും അല്ലെ നമ്മളുടെ ഇമേജിലോട്ടുള്ള അല്ലെ, നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇമേജ് കിട്ടൂലേ, ആ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതേസമയം ഫൈൻഡ് ദ നേച്ചർ ഓഫ് അല്ലെ, നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഇമേജും കൂടെ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. M എന്നുള്ള അക്ഷരമുണ്ട് അല്ലേ? എം എന്താ? മാഗ്നിഫിക്കേഷൻ അല്ലെ. നമുക്ക് കിട്ടുന്ന ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ എത്ര വലുതാണ്, ഒബ്ജക്റ്റിനേക്കാൾ എത്ര ചെറുതാണ്, എന്താണ് അതിൻ്റെ ക്യാരക്ടർ എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരാളാണ് നമ്മുടെ സ്മോൾ ലെറ്റർ M. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലെറ്റർ അല്ലേ. അത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് V കണ്ടുപിടിക്കണം അല്ലേ. പിന്നെ ഒരു കാര്യം, ക്വസ്റ്റ്യൻ തന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മാത്രം പോരാ അല്ലേ. നമുക്കറിയാം സൈൻ കൺവേർഷൻ നമുക്ക് അറിയേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഒരു അല്ല XY ആക്സിസ് ഒക്കെ വരച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങോട്ടുള്ളതെല്ലാം എന്താണെടാ? ഇങ്ങോട്ടുള്ളതെല്ലാം എന്താണ്? പോസിറ്റീവാണ് അല്ലേ. ഇവിടേക്ക് എഴുതുന്ന എല്ലാം പോസിറ്റീവാണ് അല്ലേ. ഇതാണ് നമ്മുടെ ഒറിജിൻ അല്ലേ. ഒറിജിനാണ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ. ഒറിജിനിൽ നിന്നും റൈറ്റ് സൈഡിലോട്ടുള്ളതെല്ലാം പോസിറ്റീവാണ്. മുകളിലോട്ടുള്ളതോ? ഈ മുകളിലോട്ടുള്ളതും അതുപോലെ തന്നെ എന്താണ്? എല്ലാം എന്താണ്? പോസിറ്റീവാണ് അല്ലേ. ഇനി ഇങ്ങോട്ടുള്ളതാണെങ്കിലോ? ഇങ്ങോട്ടുള്ളതെല്ലാം എന്താണ്? നെഗറ്റീവാണ്. ഇനി ഒറിജിനിൽ നിന്നും താഴേക്കുള്ളതെല്ലാം എന്താണ്? നെഗറ്റീവാണ്. ഈ കാര്യം നമുക്കറിയാം. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ കോൺകേവിൻ്റെ കേസിലുള്ള അല്ലേ, നമ്മളുടെ കാർട്ടീഷ്യൻ കൺവേർഷൻ അല്ലേ. അതാണ് ഇപ്പോൾ നമ്മളോട് അല്ലേ, കോൺകേവിൻ്റെ കേസ് ആയതുകൊണ്ടാണ് കോൺകേവ് എടുത്ത് പറയുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മളുടെ പോള്. ഒറിജിൻ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ ഒറിജിനെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ പോളിനെ വേണം നമ്മൾ അതുപോലെ കൺസിഡർ ചെയ്യാൻ. പോളിൽ നിന്നും ഇങ്ങോട്ട് പോകുന്നതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. പോളിൽ നിന്നും ഇങ്ങോട്ട് മെഷർ ചെയ്യുന്നതെല്ലാം നമ്മൾ നെഗറ്റീവ് ആയിരിക്കും. പോളിൽ നിന്നും താഴേക്ക് മെഷർ ചെയ്യുന്നതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. പോളിൽ നിന്നും മുകളിലോട്ട് മെഷർ ചെയ്യുന്നതെല്ലാം എന്തായിരിക്കടാ? പോസിറ്റീവ് ആയിരിക്കും. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. അപ്പം നോക്കാം നമുക്ക്. ആദ്യം നമ്മളുടെ അല്ലേ ഒരു ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എത്രയായിരുന്നു? 4 centimeter അല്ലേ. ഇതാണ് നമ്മളുടെ അല്ലേ ഒറിജിൻ. നമ്മളെ പോളിൽ നിന്നും അല്ലേ മുകളിലോട്ടാണ്. ഇവിടെയാണ് സാധനം കിടക്കുന്നതെങ്കിലും ഒന്ന് ആലോചിച്ച് വയ്ക്കുക അല്ലേ, മുകളിലോട്ടാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ അത് പോസിറ്റീവാണ് അല്ലേ. പോസിറ്റീവ് ആണെങ്കിൽ അല്ലേ നമ്മൾ നല്ല കാര്യം ചെയ്ത് എടുത്ത് പറയാറില്ലല്ലോ. അപ്പോൾ പോസിറ്റീവ് അല്ലേ, പോസിറ്റീവ് അവിടെ എടുക്കട്ടെ. നെക്സ്റ്റ് നോക്കിയോ. നെക്സ്റ്റ് നമുക്ക് ആരാണുള്ളത്? U ആണ് അല്ലേ. U എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ പോളിൽ നിന്നും ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ U അല്ലേ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്നാൽ നമ്മൾ അതിനെ പറയാം. U എത്രയാണ്?
25 സെന്റിമീറ്റർ ആണ്. മക്കളെ ശ്രദ്ധിച്ചോ, പോളിൽ നിന്നുമാണ് നമ്മളത് മെഷർ ചെയ്യുക. പോളിൽ നിന്നും അല്ലെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നത് എല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ഹിയർ ഈ 25 സെന്റിമീറ്റർ എന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ പോരാ, നെഗറ്റീവ് 25 സെന്റിമീറ്റർ എന്നും കൂടെ എന്ത് ചെയ്യണം? എഴുതേണ്ടതുണ്ട്. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ്, ഫോക്കസ് ദൂരം അല്ലെ, ഫോക്കൽ ലെങ്ത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ, ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഫോക്കസിലോട്ടുള്ള ദൂരം. എവിടെ നിന്നാണ്? പോളിൽ നിന്നും ഫോക്കസിലോട്ടുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത് അല്ലെ, ഫോക്കൽ ലെങ്ത്. സോ എഫ് ഇസ് ഈക്വൽ ടു എത്രയായിരുന്നു? എഫ് ഇസ് ഈക്വൽ ടു വന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ. മക്കളെ, പോളിൽ നിന്നും എവിടെയാണ് ഫോക്കസ് അല്ലെ, എവിടെ കിടക്കുന്ന? ഈ സൈഡിലാണ്. ദാറ്റ് ഇസ് വൈ എഫ് 15 എത്രയാണ്? നെഗറ്റീവ് ആണ് അല്ലേ? 15 എത്രയാണ്? നെഗറ്റീവ് 15. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ വേണ്ട? നമുക്കിനി നമ്മളുടെ വീനെ കണ്ടുപിടിക്കാൻ. വാട്ട് ഈസ് വി? ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വി എന്ന് പറയുന്നത് കേട്ടോ. ഇമേജ് ഡിസ്റ്റൻസ്, അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക അല്ലേ? കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയാണ് മിറർ ഫോർമുല എന്ന് പറയുന്നത്. എന്തായിരുന്നു അത്? 1/f = 1/v + 1/u. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഇതിവിടെ ഇരുന്നിട്ട് അല്ല, ഇവിടെ ഇതേ ഒരു ഇക്വേഷനിൽ നമുക്ക് എഫ് = കണ്ടുപിടിക്കാം, വി = കണ്ടുപിടിക്കാം, യു കണ്ടുപിടിക്കാം. ഏതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രം വരുത്തിയാൽ മതി. പക്ഷേ എക്സാം ഹാളിൽ ഇരുന്നിട്ട് 1/f = 1/v + 1/u, 1/f = 1/v + 1/u അല്ലേ? അങ്ങനെയാണെങ്കിൽ അല്ലേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? u + v ഡിവൈഡഡ് ബൈ താഴെ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? അപ്പോൾ u × v അല്ലേ 1/f = ഇങ്ങനെ കിട്ടും. ഇനി f = അപ്പോൾ എങ്ങനെയായിരിക്കും? f = തിരിച്ചിടാം അല്ലേ? uv ഡിവൈഡഡ് ബൈ u + v. ഇതാണ് എഫിൻ്റെ ഇക്വേഷൻ അല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേനും എന്ത് ചെയ്യും? നമ്മൾ സമയം പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിറർ ഫോർമുല നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എഫ് = എന്താണ്, വി = എന്താണ്, യു = എന്താണെന്നുള്ള ഇക്വേഷൻ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ടൈം നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. സോ നമ്മൾ മനസ്സിലാക്കുക, എഫ് = ആകെ 3 പേരാളത്, എഫും യു വിയും. അപ്പോൾ എഫ് = എന്നുള്ളത് ഇക്വേഷനിൽ അല്ല, എഫിന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബാക്കി ആളുള്ളത് യു വിയും. അപ്പോൾ യു വി എങ്ങനെ വരുന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ യു വി മുകളിൽ വന്നു, u × v മൾട്ടിപ്ലിക്കേഷൻ അല്ലേ മുകളിൽ വന്നു. അപ്പോൾ താഴെ നമുക്കറിയാം 1/f = 1/u + 1/v ആണ്. അപ്പോൾ പ്ലസ് ആണുള്ളത് അല്ലേ? ദെൻ താഴെ എന്ത് വരും? u + v. ഇത്രയേ ഉള്ളൂ എഫ് = കണ്ടോ? സിമ്പിൾ അല്ലേ? ഇതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ അറിഞ്ഞിരിക്കണം. ആരെ? വി = അറിഞ്ഞിരിക്കണം, യു = നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. വി = എന്താണ് ഇതുപോലെ നമുക്ക് ഇതിന് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റൂലേ? ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് പറഞ്ഞു തരികയാണ്. നിങ്ങൾ പഠിച്ചു വെച്ചോ. മുകളിൽ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ആരെ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ വീനെയാണ് അല്ലേ? ബാക്കി ആരൊക്കെയാണുള്ളത്? എഫും യു. അപ്പോൾ ഇക്വേഷനിൽ എഫും യു ആണ് വരേണ്ടത്. അപ്പോൾ മുകളിൽ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ഗുണനമാണ് വരിക. ബാക്കി ആരൊക്കെയുള്ളത്? വീനെ പറയുകയാണെങ്കിൽ ബാക്കി ആരുള്ളത്? യുവും എഫും. അപ്പോൾ u × f കാണുന്നുണ്ടല്ലോ, u × f ഡിവൈഡഡ് ബൈ താഴെ വിയും യു ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. അവിടെ താഴെ നെഗറ്റീവാണ് വരിക. നെഗറ്റീവ് ആരുടെ കൂടെ എപ്പോഴും വരേണ്ടത്? എഫിൻ്റെ കൂടെയാണെന്ന് മക്കൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ u - f നെഗറ്റീവിൻ്റെ കൂടെ എഫിൻ്റെ കൂടെ നെഗറ്റീവാണ് വരിക. സോ u × f ഡിവൈഡ് ബൈ u - f = v എന്ന് കിട്ടും. ഇതുപോലെ നമ്മൾ യുവിന് എഴുതുമ്പോൾ അല്ലെ മുകളിൽ എപ്പോഴും എന്താണ് അല്ലെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരിക. യു ഓൾറെഡി അവിടെ ഉണ്ട്, ബാക്കിയുള്ള ആര്? വിയും എഫും ആണ്. സോ v × f ഡിവൈഡഡ് ബൈ എപ്പോഴും എഫിൻ്റെ കൂടെ നെഗറ്റീവാണ് വരിക. ഇത്ര സിമ്പിളായിട്ടുള്ള 3 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രം മതി. ആലോചിച്ച് നോക്കിയേ, എത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് പഠിച്ചേ. ഇതിങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇക്വേഷൻ അറിഞ്ഞിരിക്കണമെങ്കിൽ ഇവിടെ ആലോചിച്ചാൽ മതി. മുകളിൽ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ഗുണിച്ചിട്ടാണ് ഉണ്ടാവുക. താഴെയാണ് ആൾക്കാർ മാറുക. എഫിന് എപ്പോഴും പ്ലസ് ആണ് വരിക, വിക്കും യുക്കാണ് നെഗറ്റീവ്സ് വരുന്നത്. ആ നെഗറ്റീവ് എപ്പോഴും എഫിൻ്റെ കൂടെയാണ് വരിക. അപ്പോൾ ഇക്വേഷൻ സിമ്പിളായിട്ട് പഠിച്ചു വെച്ചുകൂടെടാ. സിമ്പിളായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ആരെ കണ്ടുപിടിക്കേണ്ടത്? വീനെയാണ്.
So we can take equation അല്ലേ v is equal to u into f divided by u minus f എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം അല്ലേ. എന്താ കണ്ടുപിടിക്കേണ്ടത്? v is equal to u into f divided by u minus f എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എടുത്തു നോക്കാം അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. v is equal to u എന്ന് പറഞ്ഞാൽ വെറും 25 അല്ല, -25 ആണ്. സോ -25 ഇൻറ്റു f എന്ന് പറഞ്ഞാൽ വെറും 15 അല്ല, -15 ആണ്. എങ്ങനെയാണ് വന്നതെന്നൊക്കെ നമ്മളെ മനസ്സിൽ വരണം കേട്ടോ. -15 ഡിവൈഡഡ് ബൈ -15 അല്ല -25 മൈനസ് അല്ലേ -15 അല്ലേ. ശരിയല്ലേ? ശരിയാണല്ലോ. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. രണ്ട് നെഗറ്റീവ്സ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെന്താകും, പ്ലസ് ആകും അല്ലേ, അറിയാം നമുക്ക്. അപ്പോൾ എന്താ വരിക -25 ഇൻറ്റു -25 അല്ലെ -15 വരുമ്പോൾ അത് രണ്ടും പ്ലസ് ആവും അല്ലേ. ഇൻറ്റു രണ്ടിനെയും നെഗറ്റീവ്സിന് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. സോ എന്താവും, പ്ലസ് ആവും. സോ 25 ഇൻറ്റു 15. താഴെയാണെങ്കിലോ -25, ഈ രണ്ടിന് അല്ലേ നെഗറ്റീവ്സ് അല്ലേ പ്ലസ്സുകളാണ് വന്നിട്ടുള്ളത്, +15 വരും. അപ്പോൾ എന്താ വരിക, നമുക്ക് ഇവിടെ -10 എന്ന് കിട്ടും അല്ലേ. ഇന്ന് കട്ട് ചെയ്യാം. 5 എടുക്കുമ്പോൾ ഇവിടെ 3 പ്രാവശ്യം, ഇവിടെ 2 പ്രാവശ്യം അല്ലേ. ഇതിന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, കട്ട് ചെയ്യാം അല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടും, 12.5 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ആൻസർ എത്ര വരും, മൈനസിൻ്റെ കൂടെ അല്ലേ, 10ൻ്റെ കൂടെ ശ്രദ്ധിച്ചോ, മൈനസിൻ്റെ. അപ്പോൾ -12.5 ഇൻറ്റു 3 എന്ന് വരും അല്ലേ. അപ്പം നമ്മൾ പോയിന്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം പോയിന്റ് ഇല്ലാതെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 125 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, അല്ലേ, ഇങ്ങനെ കിട്ടും അല്ലേ. ഇനി ഇവിടെ ആ ഒരു പോയിന്റിൽ അല്ലേ, ക്വസ്റ്റ്യനിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ നമ്മൾ ആൻസറിൽ എന്ത് വേണം, അതേ സംഭവം നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം അല്ലേ. 37.5 എന്ന് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും അല്ലേ. നെഗറ്റീവ് ഉണ്ട്, ശ്രദ്ധിക്കണം. സോ ഹിയർ വി ഗോട്ട് v is equal to -37.5 എന്ന് നമുക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടിക്കഴിഞ്ഞു. v നമ്മൾ സുന്ദരമായിട്ട് എന്ത് ചെയ്തു, കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. സോ വി ഗോട്ട് എത്രയാണ്, -37.5 സെൻറ്റിമീറ്റർ. സിമ്പിൾ ആണല്ലോ, സിമ്പിൾ. ആൻഡ് നമുക്ക് ഒരാളെയും കൂടെ കണ്ടുപിടിക്കണം. ആരെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, m അല്ലേ. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നേച്ചർ ഓഫ് ഇമേജ് അല്ലേ. നേച്ചർ ഓഫ് ഇമേജ് എന്താണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മക്കൾ മറക്കരുത്. m is equal to -v/u എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഇക്വേഷനും കൂടിയുണ്ട്. m is equal to hi/ho. hi എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ ഹൈറ്റ്, ho എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഇക്വേഷൻ ചൂസ് ചെയ്യാം അല്ലേ. m is equal to -v/u അല്ലേ. v എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 37.5 അല്ലേ, വെറും 37.5 അല്ല, -37.5 ഡിവൈഡഡ് ബൈ -25 ആണ് അല്ലേ. ഓക്കെ, നമുക്ക് 5 വെച്ചിട്ട് കട്ട് ചെയ്യാം. സോ നമുക്ക് എത്ര കിട്ടുമടാ, 5 അല്ലേ. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും. എത്ര കിട്ടും, 15 കിട്ടും. 15 പോരല്ലോ, കാരണം എന്താണ്, ക്വസ്റ്റ്യനിൽ പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് ആൻസറിൽ എന്ത് വേണം, പോയിന്റ് ഉള്ള നമ്പർ വേണം അല്ലേ. സോ വി വിൽ ഗെറ്റ് 1.5 ആൻസർ കിട്ടും. -1.5 ആണ് അല്ലേ. ഓക്കെ, കറക്റ്റായിട്ട് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ഇവിടെ 2 നെഗറ്റീവാണ്, അത് പോസിറ്റീവ് ആവും. പക്ഷേ ഇവിടെ കോമൺ ആയിട്ടൊരു നെഗറ്റീവ് ഉണ്ട്, അത് ആർക്ക് വരും, നമ്മുടെ ആൻസറിന് വരും. സോ വി ഗോട്ട് -1.5. എന്താണ്, യൂണിറ്റ് ഉണ്ടോ, ഇല്ല, നിങ്ങൾ മനസ്സിലാക്കണം. m നമ്മുടെ മാഗ്നിഫിക്കേഷൻ യൂണിറ്റ്ലെസ് ആണ്. ആൻഡ് m is equal to -1.5 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. m നെഗറ്റീവ് ആണെങ്കിൽ ഇമേജിനൊരു പ്രത്യേകതയുണ്ട്, അത് റിയൽ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സെറ്റാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ ആൻസറിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ അല്ലേ, അത് >1 ആണെങ്കിൽ അതെന്തായിരിക്കും, മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും. മാഗ്നിഫൈഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ, വലിയ ഇമേജ്, ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജ് ആണെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മളുടെ മാഗ്നിഫിക്കേഷൻ്റെ മോഡുലസ് <1 ആണെങ്കിൽ എന്തായിരിക്കും,
ചെറിയ ഇമേജാണ് അല്ലേ, ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ്, ഡിമിനിഷ്ഡ് ഇമേജാണ് നമ്മൾ അതിനെ പറയും കേട്ടോ. അപ്പം ഇവിടെ നമ്മളുടെ കേസ് നോക്കുക, മോഡുലസ് ഓഫ് -1.5 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് പോലെ 1.5. നമുക്കറിയാം അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഇമേജ് ഈസ് എന്താണ്? മാഗ്നിഫൈഡ് അല്ലേ, നമ്മുടെ ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് അറിയിക്കുക. വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം. ബൈ.